ഭക്തന്മാരുടെ പൈസ കൊണ്ടാണ് ഈ സ്ഥാപനം നടക്കുന്നതെന്ന് ആദ്യം നമ്മൾ ധരിക്കണം. ഭക്തന്മാരുടെ ട്രസ്റ്റ് സൂക്ഷിക്കലാണ് ബോർഡിൻ്റെ ജോലി. അതുകൊണ്ട് ഇതൊന്നും നമ്മൾ സാമാന്യവൽക്കരിക്കേണ്ട കാര്യമില്ല. ഇത് അവരുടെ ജോലി തന്നെയാണ്. ഉണ്ണിയപ്പത്തിൽ മായം ചേർക്കാൻ പാടില്ല, ചന്ദനത്തിൽ മായം ചേർക്കാൻ പാടില്ല, ഒന്നിലും മായം ചേർക്കാൻ പാടില്ല. കാരണം ട്രസ്റ്റോടുകൂടി വിശ്വാസത്തോടു കൂടി വാങ്ങിച്ചുകൊണ്ട് പോകുന്ന അരവണയിലും അപ്പത്തിലും എല്ലാത്തിലും ആ വിശ്വാസത്തിൻ്റെ ഒരു നൈർമല്യം ഉണ്ടാവണം. അതിനിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ നേതാക്കളെയോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സമൂഹത്തിൽ പൊതുവേ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ധാർമ്മിക ച്യുതി അവിടെയും സംഭവിച്ചിട്ടുണ്ട്. അതിന് ഭക്തജനങ്ങളാണ് അതിന് they should hold the board accountable. How will the devotees take action when the board is constituted by people who are political appointed? അല്ല, അങ്ങനെ അല്ലാത്ത ബോർഡുകളും എല്ലാം കുറ്റമറ്റതാണോ? ഞാൻ പറയുന്നത്, നമ്മളൊരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷനിൽ ഇരിക്കുമ്പോൾ പൊളിറ്റിക്സ് ഈസ് ഫെയ്റ്റ് എന്ന് പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടാവും. ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേറെ പൊളിറ്റിക്കൽ പാർട്ടി നാളെ പിടിച്ചോണ്ട് വയ്ക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. സോ ദേ ചൂസ് amongst whatever is best among them. അത്രയേ ഉള്ളൂ. ബാബു സാർ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് വളരെ എല്ലാവരും അപ്രൂവ് ചെയ്തിട്ടുണ്ട്. I don't want to comment on these individual these things. സിസ്റ്റമിക് ഫെയിലിയർ ആണ് എല്ലായിടത്തും ഉണ്ട്. ധാർമ്മികമായിട്ടുള്ള ച്യുതി. ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ബോർഡിലെ അംഗങ്ങൾ ആരാണെന്നുള്ളത് ഈസ് ഇമ്മെറ്റീരിയൽ. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പത്തിൻ്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തേണ്ടത് അവിടെ ചാർജുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അയാളത് ചെയ്യുന്നില്ല എങ്കിൽ ഇറ്റ് ഈസ് ഹിസ് പേഴ്സണൽ ഫെയിലിയർ. അയാളുടെ പ്രൊഫഷണലിസം ഇല്ലായ്മയാണ്. മനസ്സിലായില്ലേ? അതിന് നമുക്കെങ്ങനെ പ്രതികരിക്കാം? അതാണ് ആലോചിക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് നിങ്ങൾ വയ്ക്കുന്ന ബോർഡംഗങ്ങൾ നല്ലതാണ്, നല്ലതുവരെ വയ്ക്കണമെന്നല്ല. അതൊന്നുമല്ല ഇതിൻ്റെ ഈ കാരണവും കാര്യമായിട്ടുള്ള നിങ്ങളുടെ ലിങ്കേജ് ശരിയല്ലെന്ന് ഞാൻ പറയുന്നത്. എത്രയോ ക്ഷേത്രങ്ങളിൽ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ഉണ്ട്. ബിക്കോസ് ദേ ബിലീവ് ഇൻ ഇറ്റ്, ദേ ഹാവ് എ ട്രസ്റ്റ് ഇൻ ദംസെൽസ്. അതല്ല ഇത് കുറച്ച് പൈസ ഉണ്ടാക്കാനുള്ള അവസരമാണെന്ന് ഒരുത്തം വിചാരിച്ച് ഇറ്റ് ഈസ് ഹിസ് പേഴ്സണൽ ഫെയിലിയർ. മനസ്സിലായില്ലേ? അത് നമ്മുടെ സൊസൈറ്റിയിൽ തന്നെയുള്ളൊരു ധാർമ്മികതയുടെ ഒരു അപജയമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. എവിടെയും അമ്പലത്തിൽ മാത്രമല്ല, ആശുപത്രികളിലും ഇല്ലേ. ഐ തിങ്ക് അതെനിക്ക് തോന്നുന്നു ഇറ്റ് ഈസ് മോസ്റ്റ്ലി ഓൺ ഫോർ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ്. കാരണം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റുമായിട്ടും PWDയുമായിട്ടും ഒക്കെയുള്ള ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കോർഡിനേഷന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് റോളുണ്ട് എന്നുള്ളതല്ലാതെ ക്ഷേത്ര നടത്തിപ്പിൽ ഗവൺമെൻറ്റിന് കൂടുതൽ റോള് വേണമെന്ന് ഈ ഗവൺമെൻറ് എന്നല്ല ഒരു ഗവൺമെൻറ്റും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പറയാൻ സാധ്യവുമല്ല. ബിക്കോസ് ഇറ്റ് വയലേറ്റ്സ് ദ കവനൻറ്റ്. മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി അംബിഷ്യസ് തിങ്. ഒന്ന് ഒരു വിഷനോട് കൂടി 2040 ഇതെങ്ങനെ ഇരിക്കണം എന്നൊക്കെയുള്ള വിഷനോട് കൂടി ചെയ്യുമ്പോൾ ഒരുപാട് ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. കാരണം നോബഡി വോണ്ട്സ് ടു ലിസൺ ടു ദി ഇക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ്. അതൊരു സസ്റ്റൈനബിളായിട്ട് ഇത് ചെയ്യണമെന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. നമുക്കിത് ഇടിച്ചു നിരത്താൻ, ടൗൺഷിപ്പ് ഉണ്ടാക്കി കളയാം, ഇതൊക്കെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് വലിയ ജോലിയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ വലിയ ശത്രുവായിട്ടാണ് പലപ്പോഴും കരുതുന്നത്. ഇൻഫാക്റ്റ് ഐ ഫീൽ പ്രൗഡ് ദാറ്റ് ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനുവാദത്തോടു കൂടി 150 മരം മുറിച്ചോട്ടെ എന്ന് ചോദിച്ചു. എത്ര റോഡ് വൈഡനിങ് അവർ സമ്മതിച്ചു. ഞാൻ അതിനകത്ത് 75 പേരെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഐ സെറ്റ് മുറിക്കേണ്ട കാര്യമില്ല, ഈ അറ്റത്ത് നിൽക്കുന്ന മരം അവിടെ നിൽക്കട്ടെ. ഞാൻ ഓരോ മരത്തിൻ്റെ അടുത്തും പോയിട്ടാണിത് കാണിച്ചത്, മുറിക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ ഒരു പേഴ്സണൽ ചോയ്സാണ്. ഞാൻ കൂടെ അവിടെ സുബ്രഹ്മണ്യ റോഡിൽ കൂടെ, സ്വാമി അയ്യപ്പ റോഡിൽ കൂടെ നടന്ന് കയറുമ്പോൾ ഞാൻ മരത്തിനോട് പറയും ഞാനാണ് നിർത്തിയിരിക്കുന്നത്, ഇല്ലെങ്കിൽ ഇപ്പോൾ എപ്പോഴേ പോയേനെ. അത് നമ്മളുടെ ഒരു കമ്മിറ്റ്മെൻറ്റാണത്. എന്തിനാണ് ആവശ്യമില്ലാതെ മുറിക്കുന്ന ഒരു ചെറിയ റോഡിൽ തിരുന്ന് വളഞ്ഞാൽ പോരെ? അപ്പോൾ ഗവൺമെൻറ്റിന് അതിനകത്ത് റോളെന്ന് പറയുന്നത് ഒരുപാട് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കോർഡിനേഷൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ നടപ്പിലാവുമ്പോൾ ഗവൺമെൻറ്റിന് റോളുണ്ട്. അതുകൊണ്ടാണ് ബജറ്ററി സപ്പോർട്ട് വച്ചിരിക്കുന്നത്. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഗവൺമെൻറ് ഈസ് ഇൻ്റർഫിയറിംഗ് ഇൻ ദി ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ഓർ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് ഇടപെടുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നത് ഇറ്റ് ഈസ് മിസ്ചിവസ്. സാർ, ഇപ്പോഴത്തെ പ്രശ്നത്തിൽ ഇത് 2019 നടന്ന ഒരു സംഭവം 2025 ഒരാൾ ഈ പറയുന്ന പ്രതി എന്ന് പറയുന്ന ആൾ വിളിച്ചു പറയുന്നത് വരെ ഈ ബോർഡോ ആരും അറിയാതെ പോകുന്ന സിസ്റ്റത്തിന്റെ ഫെയിലിയർ അല്ലേ? I don't want to comment on that because the whole society is commenting on it. അല്ല സാർ, സിസ്റ്റം ഫെയിലിയർ ആണല്ലോ. ഓഡിറ്റ് ഉണ്ട്, കോർട്ടിന്റെ മോണിറ്ററിംഗ് ഉണ്ട്, എന്നിട്ട് ഇത് ആരും നോട്ടീസ് ചെയ്യാതെ പോകുന്നത് എന്തായിരിക്കും? അല്ല, അതിനകത്ത് ഇപ്പം കോടതിയിലിരിക്കുന്നതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ വാട്ട് സർപ്രൈസസ് മീൻസ് അവിടുന്ന് എങ്ങനെ ഒരു സാധനം പുറത്തു കൊണ്ടുപോയി എന്നുള്ളതാണ്. അത് സ്വർണം പോയിട്ട് ചെമ്പ് പോലും അവിടുന്ന് കൊണ്ടുപോകാൻ പാടില്ല. ഇത് അയ്യപ്പൻ്റെ സന്നദ്ധിയാണ്. അവിടെ വെച്ച് റിപ്പയർ ചെയ്യുന്നതിന് വരെ എന്തിനു പുറത്ത് കൊണ്ടുപോയി? എനിക്കതിന് ഉത്തരം കിട്ടിയിട്ടില്ല കേട്ടോ. അല്ല, അത് ഈ മാനുവൽ ആണോ സാർ പറയുന്നത്? കൊണ്ടുപോകാൻ പാടില്ല. കോടതിയും പറഞ്ഞിട്ടുണ്ട്, മാനുവലും പറഞ്ഞിട്ടുണ്ട്. അയ്യപ്പൻ്റെ ഒരു സാധനം എടുത്തുകൊണ്ട് അങ്ങനെ പോകാൻ പാടില്ല. അവിടെ വെച്ച് ചെയ്യണം.
ഈ ഓഡിറ്റ് സിസ്റ്റം ഒക്കെ വളരെ ലെറ്റ് us not comment on it because it is being scrutinized by several agencies. ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയമാണ്. എന്നെ ഇൻട്രിഗ് ചെയ്യുന്നതാണ് എന്തിനിത് കൊണ്ടുപോയി. അവിടെ വെച്ച് ചെയ്യേണ്ട ഒരു കാര്യം അവിടെ വെച്ച് ചെയ്യുന്നതിന് വരെ എന്തിനു മദ്രാസിൽ ഈ പ്രക്രിയ ഒരു ഫാക്ടറിയിൽ വെച്ച് നടത്തേണ്ടതാണ് ബോർഡ്. എനിക്ക് ഐ ഡോണ്ട് വാണ്ട് ടു കമന്റ്. എടുത്തുകൊണ്ട് പോയത് ശരിയല്ല. അതായിരിക്കാൻ നമ്മൾ ഗോൾഡായിട്ട് എന്നോട് ഇരിക്കുകയല്ലോ. നമ്മളെന്തിനാ ആവശ്യം അത് ചെമ്പ്. ഈ അസറ്റ്സ് ഒക്കെ പബ്ലിക്കായിട്ട് അറിയാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ? ഒരു ക്ഷേത്രത്തിന് ഉണ്ട്. ശരിക്കും പറയാം അത് പബ്ലിക് ഡൊമൈനിലുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മേ നോട്ട് ബി ഫോർ സെക്യൂരിറ്റി റീസൺസ്. പക്ഷേ ഒരു തിരുവാഭരണ കമ്മീഷണറുണ്ട്. ഹി ഓർ ഷീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഹോൾ ഈ ആഭരണങ്ങൾ. അപ്പോൾ എല്ലാ ക്ഷേത്രത്തിലും ആഭരണങ്ങളുണ്ട്, സ്വർണ്ണമുണ്ട്. അതൊക്കെ അവിടെ പ്രത്യേകമായ നിലവറയിൽ സൂക്ഷിക്കണം എന്നൊക്കെയാണ്. അപ്പോൾ അതിനൊക്കെ റെസ്പോൺസിബിലിറ്റി ഉള്ളവരൊക്കെ ഉണ്ട്. വെദർ ദാറ്റ് ഈസ് ഓഡിറ്റഡ് ഓർ നോട്ട് ആയിട്ടുണ്ട്. അത് വെരിഫൈ ചെയ്തിട്ടുണ്ടോ, സ്റ്റോക്ക് വെരിഫിക്കേഷൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെയാണ് സിസ്റ്റമിക് ഫെയിലിയർ എന്ന് ഞാൻ പറയുന്നത്. ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളെ ആനുവലായിട്ട് സ്റ്റോക്ക് വെരിഫിക്കേഷൻ വേണ്ടതാണ്. ഇപ്പോൾ അതിൻ്റെ ഓഡിറ്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ദർ ആർ സിസ്റ്റം ഫെയിലിയേഴ്സ്. ദാറ്റ് ഈസ് ഓൾ ഐ ഹാവ് ടു റീഇറ്ററേറ്റ്. സാറേ, മറ്റൊരു കാര്യം, ബോർഡ് അംഗങ്ങളെ പരസ്യമായിട്ടല്ലെങ്കിലും പറയുന്നത് അവർക്ക് വളരെ പരിമിതികളുണ്ട്. ഈ കോർട്ടിന്റെ എക്സസ് മോണിറ്ററിംഗ് ഉണ്ട്. അതായത് ഇത്ര ലക്ഷത്തിന് മുകളിൽ ചിലവാക്കണമെങ്കിൽ കോടതിയുടെ അനുമതി വേണം. ഇതൊക്കെ അവരുടെ ഒരു സ്വയംഭരണാവകാശത്തെ ചോദ്യം ചെയ്യുന്നതാണെന്ന് അവർ. സ്വയംഭരണം എന്ന് പറഞ്ഞാൽ നമുക്ക് സംഭവം പരമാധികാരം എന്നല്ലോ അർത്ഥം. അതിലൊരു വാസ്തവമില്ല. ഒരു വാസ്തവമില്ല. കാരണം കോടതിയുടെ നിരീക്ഷണം ഉള്ളത് കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ നിയന്ത്രണങ്ങൾ അവിടെ ഉള്ളത്. സ്വയംഭരണം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്, സർവാധിപത്യം എന്ന അർത്ഥമില്ലല്ലോ. യു ആർ ഓൾവേസ് ഗൈഡഡ് ബൈ, ബൗണ്ട് ബൈ സോ മെനി തിങ്സ് ഇല്ലേ? ആർക്കെങ്കിലും പരമാധികാരമുണ്ടോ? ആർക്കും ഇല്ല. അല്ല, ഇതുപോലെ മോണിറ്ററിംഗ് ഉള്ള മറ്റൊരു സംവിധാനം കേരളത്തിൽ. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഓഡിറ്റിനുള്ള അധികാരം ഈ ആക്ട് അനുസരിച്ചിട്ട് കോടതിക്കാണ്. കോടതി ചുമ്മാ കയറി വന്നതല്ല ഇവിടെ. കോടതിയുടെ ഒരു ജുഡീഷ്യൽ ആക്ടിവിസം അല്ല ഇത്. കോടതി ഹാസ് എ റെസ്പോൺസിബിലിറ്റി ടു ഓഡിറ്റ് ദീസ് അസറ്റ്സ്. അല്ലെങ്കിൽ ഇതിനെ നിയന്ത്രിക്കുന്നതിനൊരു ഓഡിറ്റ് അവകാശം കവനൻറ്റിലല്ല, ഈ ആക്ടിലുണ്ട്. അതിനുശേഷം ഒരു ആക്ട് ഉണ്ടായല്ലോ. ആ ആക്ട് അനുസരിച്ച് കോടതിക്ക് ജോലിയുണ്ട്. ഈ ഹിന്ദു റിലീജിയസ് എൻഡോമെൻറ്റ്സ് ആക്ട് ഇല്ലേ, അതിനകത്ത് കോടതിക്ക് ജോലിയുണ്ട്. അവരാണ് ഗുരുവായൂർ കയറി ഇടപെടുന്നത്. മനസ്സിലായില്ലേ? പൊതുവെ ഇതൊരു ജുഡീഷ്യൽ ആക്ടിവിസം ആയിട്ടാണ് അല്ല. ദേ ആർ ഡിസ്ചാർജിങ് ദെയർ ലീഗൽ ഓബ്ലിഗേഷൻ. മാത്രമല്ല നല്ലതുമാണ്. ഒരു ജുഡീഷ്യൽ ഓവർ സൈറ്റ് ഉള്ളത് നല്ലതല്ലേ? അത് ആരുടെയും അധികാരത്തിൽ ഇടപെടുന്നില്ലെന്ന് മാത്രമല്ല, അത് നല്ലതുമാണ് എന്നാണ് എൻ്റെ വിചാരം. അതുകൂടെ ഇല്ല എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ദുർബലമാവുമെന്നും കൂടെ ഞാൻ പറഞ്ഞു. സാർ, ഈ 2019 ഒരു സിസ്റ്റമിക് ലാപ്സ് ആണെന്ന് സാറ് പറഞ്ഞു. എന്നാലും നമ്മളിപ്പോൾ ഒരാളെ അക്കൗണ്ടബിൾ ആക്കണമല്ലോ ആ ഒരു ആക്ടിന്. അപ്പം അങ്ങനെ ആരാണ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്? ആ ഒരു ലാപ്സിന് ആരാണ് റെസ്പോൺസിബിൾ? എത്രയും പേര് ഇപ്പോൾ നമ്മൾ പത്രം വായിച്ചാൽ തന്നെ അറിയാമല്ലോ. ഇത് എന്തിനെടുത്തുകൊണ്ട് പോകാൻ സമ്മതിച്ചു? എൻ്റെ ഫസ്റ്റ് ചോദ്യം അതാണ്. വൈ ഡിഡ് യു റിമൂവ് ഇറ്റ് ഫ്രം ദി സൈറ്റ്? നമ്മളതിലേക്ക് കിടക്കേണ്ട കാര്യമില്ല. കാരണം ഒരാൾ പെട്ടെന്ന് ശബരിമലയിലിരിക്കുന്ന സ്വർണ്ണപ്പാളി എടുത്തുകൊണ്ട് പൊക്കളയെന്ന് ആരും വിചാരിക്കില്ല. ദെർ മസ്റ്റ് ഹാവ് ബീൻ എ കോൺസ്പിറസി. ഡെഫിനറ്റ്ലി കോൺസ്പിറസി എന്ന് നമ്മളിപ്പോൾ പറയുന്ന കൺസൾട്ടേഷൻസ്. അതെനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, ഇതൊരു മോഷണം പോലെ എടുത്തുകൊണ്ട് പോയതല്ലല്ലോ. ഇറ്റ് വാസ് നോട്ട് എ റോബറി. അവരെ എടുത്തുകൊണ്ട് പോയത് ലെജിറ്റിമേറ്റ് ആയിട്ട് എടുത്തുകൊണ്ട് പോകുന്ന പോലെ തന്നെ എടുത്തുകൊണ്ട് പോയത്. ദർ മസ്റ്റ് ഹാവ് ബീൻ എ പ്രോസസ് ബിഹൈൻഡ് ഇറ്റ്. ആ പ്രോസസ്സിനെ ഇപ്പം നമ്മൾ കോൺസ്പിറസി എന്ന് പറയുന്ന അന്ന് പ്രോസസ്സാണ് ഇല്ലേ? വെൻ ഇൻറ്റൻറ്റ് ഈസ് ബാഡ്, കൺസൾട്ടേഷൻസ് ബിക്കം കോൺസ്പിറസി അല്ലേ? So there must have been consultations. I don't know the details. സർ, ബോർഡ് ഒരു തീരുമാനം എടുത്താൽ കമ്മീഷണർക്ക് അത് അദ്ദേഹത്തിൻ്റെ ഒബ്ജക്ഷൻ എഴുതി വെക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ? അതൊക്കെ എനിക്ക് തോന്നുന്നത് അതൊക്കെ ആക്ട് കുറച്ച് വേഗമാണ്. ഇപ്പോൾ തിരുപ്പതി ദേവസ്വത്തിൽ if the commissioner finds a decision not viable or legal അല്ല, അതിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നിയാൽ he can refer it to government. ഇവിടെ അതൊന്നും സാധിക്കില്ല. അവിടെ ഗവൺമെൻറ് കുറച്ചുകൂടെ സേ ഉണ്ട് അക്കാര്യത്തിൽ. അതൊക്കെ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബൈ പ്രോഡക്റ്റും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ വൈ ഷുഡ് ഗവൺമെൻറ് ഇൻ്റർഫിയർ ത്രൂ ദിസ് എന്നൊരു ചോദ്യം വരും. ദീസ് ആർ ഓൾ വെരി സെൻസിറ്റീവ് മാറ്റേഴ്സ്. ഇതിനകത്ത് എന്തെന്ന് പറഞ്ഞാൽ യു ഹാവ് ടു എംപവർ ദാറ്റ് ഓഫീസ്. ഈ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിനെ ഇപ്പോഴുള്ള ലെവലിൽ നിന്ന് എംപവർ ചെയ്യണം. നിങ്ങൾ കോടിക്കണക്കിനായിട്ടുള്ള ആളുകളുടെ ഭക്തിയാണ് നമ്മൾ, അതിൻ്റെ ട്രസ്റ്റീസാണ് നമ്മൾ. ആ ലെവലിലേക്ക് യു ഹാവ് ടു എലവേറ്റ് ദിസ് ഓഫീസ്
നമ്മളിതിനേക്കാൾ എത്രയോ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? എലവേറ്റ് അതിൻ്റെ നിലവാരം തന്നെ എലവേറ്റ് ചെയ്യണം. അതിൻ്റെ ലെവല്, അതിൻ്റെ ഇൻഫർമേഷൻ ബേസ്, ദി ടെക്നീക്ക് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ എൻ്റെ ലെവല് അത് അവിടെ പോയി ഇരുന്നെങ്കിൽ ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ പറഞ്ഞതുപോലെ ഹോച്ച് പോച്ചായിട്ട് അഡ്ഹോക്കായിട്ട് ചെയ്യരുത്. അതിന് എൻ്റെ സിസ്റ്റം ഹാസ് ടു ബി മോർ ഓബ്ജക്റ്റീവ്, മോർ സിസ്റ്റമിക്. അത് ആർക്കും ഒരു കോൺഫിഡൻസ് ഇൻസ്പയർ ചെയ്യുന്ന ഒന്നായിരിക്കണം. ഇപ്പോൾ ഒരുപാട് അഡ്ഹോക്കിസം, അവർ ആ സ്റ്റാഫിനെ എലവേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുത്തോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ, ആഡ് ചെയ്യോ, സബ്ട്രാക്ട് ചെയ്തോ ഒക്കെ ചെയ്തിട്ട് എലവേറ്റ് ദി സിസ്റ്റം. എലവേറ്റ് ദി സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിനെ കുറച്ചുകൂടെ പ്രൊഫഷണലൈസ് ചെയ്യണമെന്നർത്ഥം. ബിക്കോസ് ഇത്രയും കാര്യങ്ങൾ ഡീൽ ചെയ്യാതെ എളുപ്പമല്ല. ഇപ്പോഴത്തെ സിസ്റ്റം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. സാർ, നമ്മുടെ ഈ കാണിക്ക ഇടുന്നത് ഇത്ര ട്രാൻസ്പെറൻ്റ് ആണ്. ട്രാൻസ്പെറൻ്റ് ആവാതിരിക്കാൻ പറ്റില്ല. കാരണം അത് ആരുടെ കയ്യിലല്ല പോകുന്നത്, നേരെ ബെൽറ്റിലോട്ടാണ് പോകുന്നത്. ആ ബെൽറ്റ് നേരെ അങ്ങോട്ട് ഇടയ്ക്ക് ആരും കൈയിട്ട് വരില്ല അവിടെ. അതെങ്ങനെ ബെൽറ്റ്, കൺവെയർ ബെൽറ്റ് ടേക്സ് ഇറ്റ് സ്ട്രൈറ്റ് ദി ഹുണ്ടി, അവിടെ കൗണ്ടിങ് സെൻറ്ററിലേക്ക് പോകും. ഇടയ്ക്ക് ഒരു വിജിലൻസ് ഓഫീസറായിരുന്ന ഒരാൾ പറയുന്നുണ്ടായിരുന്നു, നോട്ട് കെട്ടുകളായിട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്നു. ശരി. ആർക്കെന്ത് പറഞ്ഞുകൊണ്ട് ഞാനും 2 വർഷം മേൽശാന്തി നറുക്കെടുത്തിട്ടുണ്ട്. നമ്മൾ ചെക്കൊന്നും വാങ്ങിയിട്ടില്ല. അത് മാത്രമല്ല, നമ്മൾ ഏതെങ്കിലും ഒരു കുട്ടിയെ കൊണ്ട് നറുക്കെടുപ്പിക്കും. നറുക്ക് വീഴുന്ന ആൾ വരുന്നല്ലത്. അതിൻ്റെ പിന്നിൽ ഇതൊക്കെ കഥകളൊക്കെ കേൾക്കുന്നതല്ല വീരോടെ വലിയ എവിഡൻസ്. അത് ഈ നിങ്ങളുടെ എല്ലാ ചോദ്യത്തിൻ്റെയും ബേസിസ് എന്താണ്? ദർ ഈസ് എ ധാർമിക് ഫ്ലോ, അല്ലെങ്കിൽ ഒരു ധർമ്മച്യുതി സംഭവിച്ചിരിക്കുന്നു. ദർ ഇസ് നോ ന്യൂസ് വാല്യൂ ഇൻ ഇറ്റ്. അതിനെന്താ ന്യൂസ് വാല്യൂ? ഉണ്ടല്ലോ. നമ്മൾ ഈ കാണുന്നതല്ല. ഇറ്റ് ഇസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ദറ്റ് ഡിറ്റീരിയറേഷൻ ഇൻ വാല്യൂസ് ആൻഡ് മൊറാലിറ്റി, വിച്ച് ഇസ് എ ഫാക്ട്. പബ്ലിക് മൊറാലിറ്റിയിൽ ഉണ്ടായിട്ടുള്ള, അഡ്മിനിസ്ട്രേറ്റീവ് മൊറാലിറ്റി ഉണ്ടായിട്ടുള്ള ഫ്ലോ പല മേഖലയിലും ബാധിച്ചതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ എന്നല്ല എല്ലായിടത്തും ബാധിച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് സിസ്റ്റമിക്കായിട്ട് എങ്ങനെ ചെക്ക് ഇൻ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അതിന് യു ടു റീസ്ട്രക്ചർ ദ ഹോൾ തിങ്. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയർ ഒക്കെ തന്നെ പ്രൊഫഷണലായിട്ട് മാറ്റണം. വെയർ ഹ്യൂമൻ ഇൻ്റർഫിയറൻസ് ഹാസ് ടു ബി റിഡ്യൂസ്ഡ്, ഹാസ് ടു ബി മെയ്ഡ് ആസ് ഒബ്ജക്റ്റീവ് ആസ് പോസിബിൾ. നമുക്ക് ഈ ഹ്യൂമൻ ഇൻ്റർഫിയറൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കുറയ്ക്കുക. ഒരാൾ ഈ പറഞ്ഞതുപോലെ ഒരു സംഭാവന തരാൻ വന്നു, ഹീ ഷുഡ് ഫീൽ ദറ്റ് മൈ മണി ഹാസ് റീച്ച് ദ റൈറ്റ് പ്ലേസ്. അതിനകത്ത് യാതൊരു കുഴപ്പമില്ലെന്ന് അയാൾക്ക് തോന്നണമെങ്കിൽ സിസ്റ്റംസ് വേണം. അത് ഡീറ്റെയിൽഡ് സ്റ്റഡി ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. വളരെ ഡീറ്റെയിൽഡ് സ്റ്റഡി കൊണ്ട് ഈ ഒരു ഇഷ്യൂവിലെങ്കിലും നമുക്ക് വി ഹാവ് ടു പ്രൊഫഷണലൈസ് ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദേവസ്വം ബോർഡ്. ഇപ്പോൾ അവിടെ ഈ പുറത്ത് വന്നിട്ടുള്ള ഈ പ്രശ്നങ്ങൾ എനിക്ക് വാസ്തവത്തിൽ വലിയ അത്ഭുതം തോന്നിയില്ല. കാരണം ദ സിസ്റ്റംസ് ആർ ഫെയർലി വീക്ക്. സിസ്റ്റംസ് വളരെ വീക്കാണ്. കോടതിയുടെ മേൽനോട്ടമുണ്ട് എന്നുള്ളത് ഒരു വലിയ ആശ്വാസം തന്നെയാണ്. ഈ പ്രശ്നം തന്നെ ഉണ്ടായിരിക്കുന്നത് കോടതിയുടെ കണ്ണ് വെട്ടിച്ചിട്ടാണിത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കോടതിയുടെ നിയന്ത്രണമുണ്ട്, മേൽനോട്ടമുണ്ട്, ബോർഡുണ്ട്, മാധ്യമത്തിൻ്റെ ശ്രദ്ധ വളരെ ഉള്ളൊരു സ്ഥലമാണ്. പക്ഷേ എന്നാൽ പോലും ബോർഡിൻ്റെ ഘടനാപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ബോർഡ് ആസ് ഒരു ഫങ്ഷണൽ എൻറ്റിറ്റി എന്നുള്ള നിലയ്ക്ക് അവരുടെ പ്രൊഫഷണലിസമൊക്കെ വലിയൊരു പ്രശ്നമാണ്. ഈ ദേവസ്വം ബോർഡ് നടത്തിക്കൊണ്ട് പോകുന്ന വ്യക്തികളുടെ പ്രൊഫഷണലിസം ഈസ് എ പ്രോബ്ലം. ഇപ്പോൾ കുറച്ച് ട്രെയിനിങ് ഇല്ല. ഞങ്ങളുടെ IMGയിൽ തന്നെ ഇപ്പോൾ കുറച്ച് എഞ്ചിനീയേഴ്സിനൊക്കെ ട്രെയിനിങ് കൊടുത്തു. ഐ തിങ്ക് ദേ റിക്വയർ ലോട്ട് ഓഫ് ട്രെയിനിങ്. പിന്നെ സിസ്റ്റം ഇമ്പ്രൂവ്മെൻറ്റ്, പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് IT വളരെ അതിനൊക്കെ റെസിസ്റ്റൻസ് ഉണ്ട് അവിടെ. ഇപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട്. IT ആപ്ലിക്കേഷൻ ഉണ്ട്. ഉദാഹരണത്തിന് ഞാനിവിടെ ഉള്ളപ്പോൾ അത് നടന്നില്ല. ഒരു IT ആൾ എന്നോട് വന്ന് പറഞ്ഞു, ഈ നമ്മൾ ഭണ്ഡാരത്തിൽ പൈസ എണ്ണുമല്ലോ, അത് മാനുവലായിട്ട് എണ്ണുന്നത് എന്തിനാണ്? ഈ പൈസ അങ്ങോട്ട് ചെന്നാൽ ദ മെഷീൻ വിൽ സോർട്ട് ഔട്ട് 100 രൂപയുടേത്, 200 രൂപയുടെ, 500 രൂപയുടെ എല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് മെഷീൻ തന്നെ കൗണ്ട് ചെയ്ത് ഒരു സീൽ ഒട്ടിച്ച് നിങ്ങൾക്ക് റെക്കോർഡ് തരും. വേണമെങ്കിൽ അവിടുന്ന് തന്നെ നമുക്കൊരു കൺവെയർ വയ്ക്കാമെങ്കിൽ ബാങ്കിൻ്റെ ലോക്കറിലേക്ക് അത് പൊക്കോളും എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രപ്പോസലുമായിട്ട് വന്നു. അത് ഐ വാസ് വെരി ഫാസിനേറ്റഡ് ബൈ ഇറ്റ്. ബാംഗ്ലൂരിലൊരു IT ഫേമാണ് വന്നത്. അയാളെ നമ്മളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു. നമ്മൾ പലതും ചോദിച്ചു, ഇതിനകത്ത് പിന്നെ സ്വർണ്ണ കോയിൻ ഇട്ടാൽ എന്ത് ചെയ്യും? അപ്പോൾ പറയും സ്വർണ്ണ കോയിൻ അത് മാറ്റിയിടും. കള്ളനോട്ട് വന്നു കഴിഞ്ഞാൽ കള്ളനോട്ട് പിടിക്കണമെങ്കിൽ ബാങ്ക് തന്നെ പിന്നെ പിടിക്കണം. അങ്ങനെ പലതും നമ്മൾ ചോദിച്ചു. ആൻഡ് ഹി ഹാഡ് ആൻസേഴ്സ് ഫോർ ഇറ്റ്. അതെങ്ങനെയാണ് സ്ലോട്ട് ചെയ്യുന്നത്? കാരണം ഓരോ നോട്ടിനും ഓരോ ഇതൊക്കെ ഉണ്ടല്ലോ. ഒരു നോട്ട് പോലെ അല്ല, ഡയമെൻഷൻ പോലെ വേറൊരു നോട്ട്, അതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അത് നടന്നില്ല.